Hi dear students, welcome back to our class. I think you are fine now. Today we are going to take a new part of our previous class, maternity. I think you have studied everything what I have taught you to the previous classes from the maternity chapter. Didn't you study it? I think you have studied it. Anyway, now we continue to the next paragraph from this chapter, maternity. So, shall we move to there? Anyway, now let us go through the lines of coming paragraphs. Yes. On the last day, we studied about the visiting of the Chinaman into the Mikali. At the lastly, the Chinaman invited Mikali to come to go with him. Okay? Then next, let us continue. Okay? Then, Mikali's only answer was to shake his head negatively. He longed to flee. He had heard so many horrors about the cruelty of the Orientals. Mikali's only answer was to shake his head negatively. മിക്കാലിയുടെ മറുപടി നിഷേധാർത്ഥത്തിൽ ഒരു തലയാട്ടിക്കൊണ്ടായിരുന്നു. ടു ചൈനാമാൻ, അതായത് ആ ചൈനക്കാർ ഇൻവൈറ്റ് ചെയ്തില്ല, അവൻ്റെ ഇൻവിറ്റേഷനിൽ വരുന്നില്ല എന്ന അർത്ഥത്തിൽ നിഷേധിച്ചു കൊണ്ടായിരുന്നു മിക്കാലി തലയാട്ടി പ്രതികരിച്ചത്. ദെൻ ഹി ലോങ്ഡ് ടു ഫ്ലീ, അങ്ങനെ മിക്കാലി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, ആഗ്രഹിച്ചിരുന്നു. ഹിയർ ദ വേർഡ് ലോങ്ഡ് മീൻസ് ഹിയർ വിഷ്ഡ്. ലോങ് ഹിയർ വിഷിങ്. അപ്പോൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ലോങ്ഡ് ആഗ്രഹിച്ചു പോയി. ആര്? മിക്കാലി. ഫ്രം വേർ? ഫ്രം ദ ചൈനാമാൻ. ഫ്ലീ മീൻസ് ഓടി രക്ഷപ്പെടുക. ആൻഡ് ഹി ഹാഡ് ഹിയർഡ് so many horrors about the cruelty of the Orientals. ഓറിയൻ്റൽ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെക്കുറിച്ച്, ആ ഓറിയൻ്റൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ച്, ദ പീപ്പിൾ ഓഫ് ഓറിയൻ്റൽസ് മീൻസ് ഹിയർ പീപ്പിൾ ഓഫ് ഈസ്റ്റ് ഏഷ്യൻ ഡിസൻസ്. അതായത് ആ ഓറിയൻ്റൽസ് ആളുകളെക്കുറിച്ച്, അവരുടെ ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് ഭീകരമായ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. ആര്? നമ്മുടെ മിക്കാലി. മിക്കാലി ഹാഡ് ഹിയർഡ് so many horrors about the cruelty of the Orientals. Then next, yet the man remained there and did not budge. So, being in great distress, Mikali followed him. What more awful thing could happen to him? As they walked along, he stumbled weakly and almost fell with the child. The Chinaman came to him and took the baby in his arms, tenderly pressed it to him. Yet the man remained there and did not budge. പക്ഷേ എന്നിരുന്നാലും ദ മാൻ റിമൈൻഡ് ദർ, അയാൾ അവിടെ തന്നെ നിന്നു. ആര്? നമ്മുടെ ഈ ചൈനക്കാർ, ആ മനുഷ്യൻ അവിടെ തന്നെ നിന്നു. പക്ഷേ ഹി ഡിഡ് നോട്ട് ബഡ്, പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് ഒരു ഇഞ്ച് പോലും അവിടെ നിന്ന് അനങ്ങിയില്ല. അദ്ദേഹം അവിടെ തന്നെ ഇങ്ങനെ നിന്നു. ബഡ്ജ് മീൻസ് ഹിയർ മൂവ് ഓർ ചേഞ്ച് ഒക്കെ അർത്ഥമുണ്ട് കേട്ടോ. അവിടെ നിന്ന് നീങ്ങിപ്പോവുക, മാറി നിൽക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. സോ ബീയിങ് ഇൻ ഗ്രേറ്റ് ഡിസ്ട്രെസ്, പക്ഷേ അദ്ദേഹം അങ്ങനെ വല്ലാത്ത ഒരു മാനസിക സമ്മർദ്ദത്തിൽ, ആര്? നമ്മുടെ മിക്കാലി ബീയിങ് ഇൻ ഗ്രേറ്റ് ഡിസ്ട്രെസ്, വളരെ സമ്മർദ്ദത്തിലായിരുന്നു. ആ സമയം വളരെ പേടിച്ചിട്ട്, നല്ല മരവിച്ചിട്ട് മാനസികമായ സമ്മർദ്ദത്തിലായിരുന്നു. ദെൻ മിക്കാലി ഫോളോഡ് ഹിം, അങ്ങനെ മിക്കാലി അദ്ദേഹത്തെ ഫോളോഡ്, പിന്തുടർന്നു. What more awful thing could happen to him? എന്ത് ഭീകരമായ സംഭവങ്ങളാണ് ഇനി സംഭവിക്കാൻ അവനിക്ക് എന്ന് അവൻ വിചാരിച്ചു പോയി. ഇനി എന്ത് ഭീകരമായ സംഭവങ്ങളാണ് ഇനി എനിക്ക് സംഭവിക്കാനുള്ളത് എന്ന് അവൻ ആലോചിച്ചു പോയി. ആരെ? നമ്മുടെ മിക്കാലി ആലോചിച്ചു പോയി.
വാട്ട് മോർ ഓഫുൾ തിങ് കുഡ് ഹാപ്പൻ ടു എനിക്ക് ഇനി എന്ത് ഭയാനകരമായ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഓഫുൾ മീൻസ് ബാഡ് ഓർ അൺപ്ലസൻറ്റ് തിങ്സ് മാറ്റേഴ്സ്. ഓക്കെ. ആൻഡ് ആസ് they walked along, he stumbled weakly and almost fell with the child. അങ്ങനെ അവൻ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആസ് ഹി വാക്ക്ഡ് അല്ലേ, അവനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹി സ്റ്റംബിൾഡ് വീക്ക്ലി, വളരെ പതുക്കെ അദ്ദേഹം തെന്നി വീഴാൻ പോയി. ആര്? നമ്മുടെ മിക്കാലി. അവൻ എവിടെയോ തട്ടി വീഴാൻ പോയി. സ്റ്റംബിൾഡ് പറഞ്ഞാൽ ഇവിടെ ബാലൻസ് തെറ്റി വീഴാനാണ് സ്റ്റംബിൾ എന്ന് പറയുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് ഫെൽ വിത്ത് ദ ചൈൽഡ്, പക്ഷേ ആ കുട്ടിയെ കൊണ്ട് ഏകദേശം അവൻ തറയിലേക്ക് വീണു എന്നൊരവസ്ഥയിൽ എത്തിപ്പോയിരുന്നു. അവൻ്റെ അടുക്കൽ കുട്ടിയും ഉണ്ട് കാരണം അല്ലേ. അപ്പോൾ അങ്ങനെ ആ കുട്ടിയുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അവൻ അവിടെ ഒരു തറയിൽ തെന്നി വീഴാൻ പോയി. ആ സമയം ദ ചൈനമാൻ കെയിം ടു ഹിം, അങ്ങനെ ആ ചൈനമാൻ അവൻ്റെ അടുക്കിലേക്ക് പെട്ടെന്ന് ഓടി വന്നു. ആൻഡ് ടേക്ക് ദ ബേബി, എന്നിട്ട് ആ കുട്ടിയെ എടുത്തു. ഇൻ ഹിസ് ആം, കുട്ടിയെ തൻ്റെ കൈകളിൽ എടുത്തുകൊണ്ട് ഇൻ ഹിസ് ആംസ് ടെൻഡർലി പ്രസ്ഡ് ടു ഹിം, ആ കുട്ടിയെ വളരെ സ്നേഹപൂർവ്വം തൻ്റെ മാറിലേക്ക് അവൻ ചേർത്ത് പിടിച്ചു. ഓക്കെ. ഹിയർ ദ സ്റ്റംബിൾ മീൻസ് ഹിയർ ലോസ് ബാലൻസ് ഓർ ഓൾമോസ്റ്റ് ഫാൾ, അതായത് ബാലൻസ് തെറ്റിപ്പോണതിനാണ് സ്റ്റംബിൾ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഫാൾ, ബാലൻസ് തെറ്റിയിട്ട് വീഴാൻ പോകുന്നതിനാണ് സ്റ്റംബിൾ എന്ന് പറയുന്നത്. എനിവേ, ഓക്കെ. ദ നെക്സ്റ്റ് വൺ. They crossed several empty lots, and then the man took a little line that led them to a sort of wooden cabin surrounded by a very small garden. അങ്ങനെ they crossed several empty lots and അങ്ങനെ അവർ ധാരാളം ഒരുപാട് ഒഴിഞ്ഞ പ്രദേശങ്ങൾ അവർ ക്രോസ് ചെയ്ത്, അതായത് ആ ഒരുപാട് പ്രദേശങ്ങൾ മുറിച്ച് കടന്ന് അവർ നടത്തം തുടർന്നു. They crossed several empty lots, and then the man took a little line that led them to a sort of wooden cabin surrounded by a very small garden. അങ്ങനെ ഇവിടെ ലോട്ട്സ് മീൻസ് ഹിയർ പ്ലോട്ട്സ് ഓഫ് ലാൻഡ് ഓർ ഏരിയ, ഒരു സ്ഥലങ്ങൾക്കാണെന്ന് പറയാം. ശേഷം എന്നിട്ട് അദ്ദേഹം ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് നടത്തം തുടർന്നു. ലൈൻ മീൻസ് ഹിയർ എ നാരോ റോഡ് ഓർ പാസേജ്, ഒരു ഇടുങ്ങിയ കുടുസായിട്ടുള്ള ഒരു വഴിയിലേക്ക്. എന്നിട്ട് അവർ രണ്ടുപേരും അദ്ദേഹം ചൈനാമാൻ നടത്തം തുടർന്നു. ആൻഡ് a little that led them to a sort of wooden cabin surrounded by a garden. ആ വഴി അവരെ നയിച്ചത് ഒരു തരം വുഡൻ ക്യാബിനിലേക്കുള്ള ഒരു വീട്ടിലേക്കാണ്. വുഡൻ ക്യാബിൻ മീൻസ് ഹിയർ, അതായത് മരം കൊണ്ട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ മരം കൊണ്ടുള്ള ഒരു പെട്ടി പോലെയുള്ള ഒരു ക്യാബിൻ. ഓക്കെ, മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പെട്ടി പോലെയുള്ള ഒരു വീട്ടിലേക്കാണ് അവരെ നയിച്ചത്. ദാറ്റ് ലാഡ്. ഓക്കെ. ആൻഡ് സറൗണ്ടഡ് ബൈ എ ഗാർഡൻ, അതിൻ്റെ ചുറ്റും, അതായത് അതിന് ചുറ്റും ഒരു ചെറിയ ഗാർഡനും ഉണ്ടായിരുന്നു. ഓക്കെ. വെരി സ്മോൾ ഗാർഡൻ, വുഡൻ ക്യാബിൻ സറൗണ്ടഡ് ബൈ എ വെരി സ്മോൾ ഗാർഡൻ. ആൻഡ് ഹി സ്റ്റുഡ് ബിഫോർ ദി ഡോർ ആൻഡ് ക്ലാപ്ഡ് ഹിസ് ഹാൻഡ്സ് ട്വൈസ്. എന്നിട്ട് അവൻ ആ ഡോറിൻ്റെ അദ്ദേഹം ഈ ചൈനാമാൻ ഉണ്ടല്ലോ, ചൈനാമാൻ്റെ ഫോളോ ചെയ്തു പോവുകയാണെന്ന് പറഞ്ഞു അല്ലേ. ദെൻ ദിസ് ചൈനാമാൻ സ്റ്റുഡ് ദ ചൈനാമാൻ സ്റ്റോപ്പ്ഡ് ബിഫോർ ദ ഡോർ. അങ്ങനെ ചൈനാമാൻ ഡോറിൻ്റെ മുമ്പാകെ അവിടെ അങ്ങനെ നിർത്തി സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ക്ലാപ്ഡ് ഹിസ് ഹാൻഡ്സ് ട്വൈസ്. എന്നിട്ട് അദ്ദേഹം 2 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കൈകൾ കൂട്ടിയടിച്ചു, അതായത് 2 ക്ലാപ്പ് ചെയ്തു. അങ്ങനെ എ ഫ്യൂ ലൈറ്റ് സ്റ്റെപ്സ് ഇൻസൈഡ് ആൻഡ് എ ടൈനി പേഴ്സൺ കെയിം ടു ഓപ്പൺ ദ ഡോർ. അങ്ങനെ ഏതാനും ഒരു ചെറിയ പടികൾ അകത്ത് നിന്ന് കയറിക്കൊണ്ട്, ഉള്ളിലെ ഏതാനും ചെറിയ പടികൾ കയറിക്കൊണ്ട് ഒരു ചെറിയ മനുഷ്യൻ ആ വാതിൽ തുറക്കുവാൻ വേണ്ടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. എ ഫ്യൂ ലൈറ്റ് സ്റ്റെപ്പ് ഇൻസൈഡ്, അതായത് ആ ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന്. ആൻഡ് എ ടൈനി പേഴ്സൺ, ഒരു ചെറിയ മനുഷ്യൻ. ടൈനി പേഴ്സൺ ഈസ് ഹിയർ ഷോർട്ട് പേഴ്സൺ ഓർ എ സ്മോൾ പേഴ്സൺ. കെയിം ടു ഓപ്പൺ ദ ഡോർ, അങ്ങനെ ഡോർ ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. ഓക്കെ.
Seeing the man, her face reddened and then a happy smile lit it up. അങ്ങനെ സീയിങ് ദ മാൻ, ഇയാളെ കണ്ടുകൊണ്ട്, ഇയാളുകളൊക്കെ രണ്ടാളുകളൊക്കെ കണ്ടുകൊണ്ട്, ഹെർ ഫേസ് റെഡാൻഡ്, അവളുടെ മുഖമാകെ ചുവന്ന് തൊടുത്തു. ആൻഡ് ദെൻ എ ഹാപ്പി സ്മൈൽ, എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളുടെ ആ മുഖത്ത് ഒരു പുഞ്ചിരി പ്രകാശിപ്പിക്കുകയും, അതായത് ഒരു പുഞ്ചിരി തൂവുകയും അവൾ ചെയ്തു. ലിറ്റ് ഇറ്റ് അപ്പ് മീൻസ് ഹിയർ പ്രകാശിക്കുക എന്നുള്ള അർത്ഥം. ഓക്കെ, ലൈറ്റ് ലിറ്റ് ഇറ്റ് അപ്പ്. ആൻഡ് ഷീ മേഡ് എ ബ്രീഫ് courtesy she made a brief courtesy to them. എന്നിട്ട് അവൾ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഇവർക്ക് നേരെ അവൾ വളരെ മാന്യമായ, അതായത് ഒരു ലളിതമായ ഒരു ഉപചാരം കാഴ്ചവെക്കുകയും ചെയ്തു. കേട്സി മീൻസ് ഉപചാരം കാഴ്ചവെക്കുന്നതിനാണ് കേട്സി എന്ന് പറയാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഷീ മേഡ് എ ബ്രീഫ് കേട്സി ടു ദ, അവർക്ക് നല്ലൊരു മാന്യമായ ഉപചാരം അർപ്പിച്ചു. ആസ് മിക്കാലി റിമൈൻഡ് ദർ, അങ്ങനെ ഇരിക്കെ മിക്കാലി ആ വാതിൽ പടിക്ക് മുന്നിൽ തന്നെ നിന്നു. മിക്കാലി റിമൈൻഡ് ദർ hesitantly rooted to the threshold. The Chinaman said to him, "Come in, don't afraid, this is my wife." അങ്ങനെ ആ വാതിൽപ്പടിക്കൽ മുന്നിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മടിച്ച് മിക്കാലി നിശ്ചലനായിട്ട് നിന്നു. ഹിയർ ദ വേർഡ് ഹെസിറ്റേറ്റിംഗ്ലി മീൻസ് നോട്ട് നോയിങ് വാട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കണതിനാണ് ഹെസിറ്റേറ്റിംഗ് എന്ന് പറയുക. അതായത് മനസ്സൊടുക്കാൻ നിൽക്കൂലേ, അതിന്. ദെൻ ഹിയർ അനദർ വേർഡ് റൂട്ടഡ് മീൻസ് സ്റ്റുഡ് ഫേംലി, ഉറച്ചു നിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ട് ചേഞ്ച് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നതിനാണ് റൂട്ടഡ് എന്ന് പറയുന്നത്. ദെൻ ത്രെഷോൾഡ് മീൻസ് എ ഫ്ലോർ, ഇറ്റ് ഈസ് എ ഫ്ലോർ ഓഫ് ആൻ എൻട്രൻസ് ടു എ റൂം. ഒരു റൂമിലേക്ക് കിടക്കുമ്പോൾ ഉള്ള ഒരു ഫ്ലോറാണ്. അത് മീൻസ് ഉമ്മറപ്പടി എന്നൊക്കെ പറയാറുണ്ടല്ലേ, അതിനാണ് ത്രെഷോൾഡ് എന്ന് പറയുന്നത്. അതായത് അങ്ങനെ മിക്കാലി ആ വാതിൽപ്പടിക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ മടിച്ചുകൊണ്ട് മിക്കാലി ആ വീടിന് മുമ്പിൽ നിശ്ചലനായിട്ട് നിന്നു. ഓക്കെ, ദ ചൈനമൻ സെഡ് ടു ഹിം, അന്നേരം ചൈനമൻ അദ്ദേഹത്തോട് മിക്കാലിയോട് പറഞ്ഞു, കം ഇൻ, ദെൻ ഡോണ്ട് ബി അഫ്രൈഡ്, ദിസ് ഇസ് മൈ വൈഫ്. അങ്ങനെ മിക്കാലിയോട് ചൈനമൻ പറഞ്ഞു, യു കം ഇൻ, നീ വീട്ടിൻ്റെ അകത്തേക്ക് പോവാ. ദെൻ ഡോണ്ട് അഫ്രൈഡ്, നീ പേടിക്കേണ്ട ആവശ്യമില്ല, ദിസ് ഇസ് മൈ വൈഫ്, ഇതെൻ്റെ ഭാര്യയാണ് എന്ന് ആരെ ഉത്ബോധിപ്പിച്ചു? മിക്കാലിയെ ആര് ഓർമ്മപ്പെടുത്തി? ചൈനമൻ ഓർമ്മപ്പെടുത്തുകയാണ്. മിക്കാലി വെൻ ഇൻ ടു ദ റൂം, മിക്കാലി അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. റൈദർ ലാർജ്, ഇറ്റ് സീംഡ് separated in the middle by a colored paper screen. It was all so clean and neat, though very poor looking. In the corner he noticed a wicker cradle. അങ്ങനെ മിക്കാലി മിക്കാലി റൂമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. റൈദർ ലാർജർ ഇറ്റ് സീംഡ്, അതായത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൂമായിരുന്നു നമ്മുടെ ചൈനമ്മൻ്റെ റൂമിൽ എന്ന് അവനക്ക് മനസ്സിലായി. ആൻഡ് സെപ്പറേറ്റഡ് ഇൻ ദ മിഡിൽ ബൈ എ കളേർഡ് പേപ്പർ സ്ക്രീൻ. എന്നിട്ടാവട്ടെ ആ റൂമാണെങ്കിൽ നല്ല ഒരു കളർ പേപ്പർ സ്ക്രീന് കൊണ്ട് അതിൻ്റെ മിഡിൽ ഭാഗം സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു മിഡിൽ ബോർഡ് അല്ലേ, അതായത് ഒരു കളർ പേപ്പറിൻ്റെ ഒരു സ്ക്രീന് കൊണ്ട് അതിൻ്റെ മിഡിൽ സെപ്പറേറ്റ് ആക്കിയിട്ട് 2 റൂമാക്കിയിട്ട് വെച്ചിട്ടുമുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓൾ സോ ക്ലീൻ ആൻഡ് നീറ്റ്. അതാണെങ്കിലോ കണ്ടാലൊരു നിലവാരം കുറഞ്ഞതാണെങ്കിലും പക്ഷെ നല്ല വൃത്തിയും വെടുപ്പുമുള്ള ഒരു മുറിയായിരുന്നു ആ റൂം. ദോ വെരി പുവർ, അതായത് കണ്ടത്ര ലുക്കൊന്നും വെരി പുവർ ലുക്കിങ്, കാണാൻ വലിയ ലുക്കില്ലെങ്കിലും ഇറ്റ് വാസ് ഓൾ സോ ക്ലീൻ ആൻഡ് നീറ്റ്, വളരെ വൃത്തിയും നല്ല വെടുപ്പും വൃത്തിയുമുള്ള ഒരു റൂമായിരുന്നു. ഇൻ ദ കോർണർ ഹി നോട്ടീസ് എ വിക്കർ ക്രാഡിൽ. അങ്ങനെ ആ മുറിയുടെ ഒരു മൂല, ഇൻ ദ കോർണർ ഓഫ് ദിസ് റൂം, ആ റൂമിൻ്റെ ഒരു മൂലയിൽ വള്ളികൾ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ, അല്ലെങ്കിൽ വള്ളി മീൻസ് ചൂരൽ വടികൾ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ ഒരു തൊട്ടിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു.
Okay, in the corner he noticed what? In the corner there is a wicker cradle. അതായത് ഒരു ചൂരൽ കൊണ്ട് അല്ലെങ്കിൽ വള്ളി കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഒരു തൊട്ടിലും അവിടെ ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ? വിക്കർ ക്രാഡിൽ മീൻസ് ഹിയർ ക്രാഡിൽ മെയ്ഡ് ഓഫ് ട്വിസ്റ്റഡ് twigs. ഓക്കെ, ഇറ്റ്സ് ഓൺലി ഡിയർ ഹിയർ ടുഡേ, ഇറ്റ്സ് ഓൺലി. Then now we wind up here. Once again I say you write the answers what you have seen the border of the textbook to May 14th. Then you please complete. Okay, anyway, thank you. See you at the next class. Okay, thank you.